കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി അജയ് പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുനലൂരിലെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയായിരുന്നു പത്രിക സമർപ്പണം. 11:15 പുനലൂർ RDO സബീന S ഹനീഫയ്ക്ക് മുമ്പാകെയായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പത്രിക സമർപ്പണം. CPI ജില്ലാ സെക്രട്ടറി PS സുപാൽ MLA, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ, ബാബു പണിക്കർ, പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ K രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും വിജയമുറപ്പാണെന്നും പത്രിക സമർപ്പണത്തിന് ശേഷം സി അജയ് പ്രസാദ് പ്രതികരിച്ചു. നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷവും അതിന് മുമ്പും വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമനുസരിച്ച് ഇന്നിപ്പോൾ RDOയുടെ മുമ്പിലാണ് നമ്മുടെ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാ നാട്ടിലുള്ള ആളുകളും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലൊക്കെ പര്യടനം നടത്തി വരുന്നു. ഇനിയും പല പ്രദേശങ്ങളിൽ എത്തിച്ചേരാനുണ്ട്. എല്ലാ ആളുകളെയും, എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവരെയും കാണാൻ കഴിയത്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ പരമാവധി വോട്ടർമാരെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഒരുപക്ഷെ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയാവുന്നത്ര വോട്ടർമാരെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വോട്ടർമാരുടെയും പിന്തുണയും സഹായവും തീർച്ചയായും എന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൺവെൻഷൻ ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് സ്വീകരണ പര്യടനത്തിലേക്ക് കടക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി. നാട്ടുവാർത്ത, പുനലൂർ.